വടകര ദേശീയപാതയുടെ അപ്രോച്ച് റോഡിൽ വൻ ഗർത്തം. കണ്ണൂർ ഭാഗത്തു നിന്നും വാഹനങ്ങൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ഭാഗത്താണ് കുഴി രൂപപ്പെട്ടത്. ഗതാഗതം സ്തംഭിച്ചു. വിവരങ്ങളുമായി രതീഷ് വാസുദേവനാണ് ചേരുന്നത്. രതീഷ്, കനത്ത മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും കണ്ണൂർ ഭാഗത്തൊക്കെ അനുഭവപ്പെട്ടത്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു ഗർത്തം, വലിയ കുഴി രൂപപ്പെട്ടു എന്ന് പറയുന്നത്. ഇത് എത്രമാത്രം വലിയ ഗർത്തമാണ്? അതുപോലെ തന്നെ ഗതാഗതത്തെ ഇത് ഏതു രീതിയിലാണ് ബാധിക്കുക? തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കനത്ത മഴയിൽ ഈ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ഒരു മേഖലയാണ് വടകര ടൗണിന്റെ അടുത്ത ഭാഗം എന്ന നിലയിൽ. അതുപോലെ വടകര ലിങ്ക് റോഡിന് സമീപമാണ് ഇപ്പോൾ ഈ അപ്രോച്ച് റോഡിൽ ഉൾപ്പെടെ വലിയ ഗർത്തം രൂപപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഈ വഴി ഇപ്പോൾ ഗതാഗത യോഗ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തെ വാഹനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പൂർണ്ണമായും നിർത്തിയിട്ടിരിക്കുന്ന അവസ്ഥയാണ്. ദേശീയപാതയിൽ കിലോമീറ്ററുകളുടെ ദൂരമാണ് ഇപ്പോൾ വാഹനം സ്തംഭിച്ച അവസ്ഥയിലുള്ളത്. വലിയ തരത്തിൽ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. എന്തായാലും ദേശീയപാത അധികൃതർ എത്തി ഈ ഗർത്തം മൂടാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എത്രത്തോളം അത് പ്രായോഗികമാവും, വീണ്ടും പുനർഗതാഗതത്തിന് സാധ്യമാകും എന്നൊക്കെ അറിയേണ്ടതുണ്ട്. എന്നാലും കനത്ത മഴ വീഴുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഗർത്തം രൂപപ്പെട്ടത്. എന്തായാലും ലിങ്ക് റോഡിൽ കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നും വാഹനങ്ങൾ പോകുന്ന ആ അപ്രോച്ച് റോഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ച നിലയിലാണ്. എത്രയും പെട്ടെന്ന് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ കമ്പനിയുടെ കരാർ കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള തൊഴിലാളികൾ നടത്തുന്നുണ്ടെങ്കിലും എത്രത്തോളം അത് പ്രായോഗികമാവുമെന്ന് അറിയില്ല. അത്തരത്തിലൊരു ആശങ്കയുണ്ട്. എന്തായാലും അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. വൈകിട്ട് 6 മണിയോടെയാണ് ഇത്തരത്തിൽ ഗർത്തം ശ്രദ്ധയിൽപ്പെട്ട ആളുകൾ അറിയിക്കുകയും തുടർന്ന് വാഹന ഗതാഗതം നിയന്ത്രിക്കുകയും ചെയ്തത്. ഇപ്പോൾ വാഹന ഗതാഗതം സ്തംഭിച്ച അവസ്ഥയിലാണ്. ആ ഭാഗത്ത് ഗർത്തം അടയ്ക്കാനുള്ളതും പുനഃക്രമീകരിക്കാനുള്ള ശ്രമം ഇപ്പോൾ കമ്പനി അധികൃതർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിലവിൽ വലിയ വാഹനക്കുരുക്കാണ് ദേശീയപാതയിൽ ഇപ്പോൾ ഉള്ളത്. സ്വാതി. ശരി രതീഷ്, വടകര ദേശീയപാതയുടെ അപ്രോച്ച് റോഡിലാണ് വൻ ഗർത്തം. കണ്ണൂർ ഭാഗത്തു നിന്നും വാഹനങ്ങൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വഴിയിലാണ് കുഴി രൂപപ്പെട്ടിരിക്കുന്നത്.